കൊറോണ വൈറസ് വിതച്ച കെടുതികളിൽ നിന്ന് ലോകം ഇനിയും മുക്തമായിട്ടില്ല. തൊട്ടുപിന്നാലെ മറ്റൊരു മഹാമാരി നമ്മുടെ പടിവാതിലിൽ വന്ന് നിൽക്കുകയാണ്. അർജന്റീനയിലെ ഉഷുവയിൽ നിന്ന് സ്പെയിനിലെ കാനറി ദ്വീപുകളിലേക്ക് യാത്ര ചെയ്ത MV ഹോണ്ടിയസ് എന്ന ഡച്ച് ആഡംബര കപ്പൽ ലോക സമൂഹത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച ഈ കപ്പലിൽ പടർന്നു പിടിച്ച ഹാൻഡ വൈറസ് ബാധയിൽ ഇതുവരെ മരണമടഞ്ഞത് 3 പേരാണ്. കൂടുതൽ ചികിത്സയ്ക്കും സുരക്ഷാ പരിശോധനയ്ക്കുമായാണ് കപ്പൽ സ്പെയിനിലേക്ക് എത്തുന്നത്. കപ്പലിലെ 8 പേർക്ക് ഇതിനോടകം രോഗബാധ ഉണ്ടായതായും ഇതിൽ ഗുരുതരാവസ്ഥയിലായ 3 പേരെ എയർലിഫ്റ്റ് ചെയ്ത് വിദഗ്ധ ചികിത്സയ്ക്കായി നെതർലാൻഡിലേക്കും മാറ്റിയിരുന്നു. 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 പേരാണ് കപ്പലിലുള്ളത്. ഇതിൽ 80 പേർ യാത്രക്കാരും ബാക്കിയുള്ളത് ജീവനക്കാരുമാണ്. ജീവനക്കാരിൽ 2 പേർ ഇന്ത്യൻ പൗരന്മാരുമാണ്. ഏപ്രിൽ 6-ന് അസുഖബാധിതനായ ഒരു ഡച്ച് പൗരനാണ് ആദ്യം മരിച്ചത്. സമാനമായ രോഗലക്ഷണങ്ങളോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചു. മരിച്ച മറ്റൊരാൾ ജർമ്മൻ പൗരനാണ്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കപ്പലിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. കപ്പൽ കാനറി ദ്വീപിൽ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. രോഗവ്യാപന ഭീതിയെ തുടർന്ന് പല രാജ്യങ്ങളും കപ്പൽ തങ്ങളുടെ തീരത്തേക്ക് അടുക്കുന്നത് തടഞ്ഞു. ദക്ഷിണാഫ്രിക്ക, കേപ്പ് വെർഡെ എന്നീ രാജ്യങ്ങൾ അനുമതി നിഷേധിച്ചു. കേപ്പ് വെർഡെ തീരത്തെത്തിയപ്പോൾ കപ്പലിന് ഇന്ധനവും ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകിയെങ്കിലും യാത്രക്കാരെ അവിടെ ഇറങ്ങാൻ അനുവദിച്ചില്ല. ഗുരുതരാവസ്ഥയിലായ രോഗികളെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിന് മാത്രമാണ് ചില രാജ്യങ്ങൾ അനുമതി നൽകിയത്. മെയ് 6-ന് കേപ്പ് വെർഡെയിൽ വെച്ച് 3 രോഗികളെ എയർലിഫ്റ്റ് ചെയ്തു മാറ്റാൻ അനുവാദം ലഭിച്ചിരുന്നു. ഒടുവിൽ മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് സ്പെയിൻ കപ്പലിനെ തങ്ങളുടെ അധീനതയിലുള്ള കാനറി ദ്വീപുകളിൽ അടുക്കാൻ അനുവദിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ മാതൃരാജ്യത്തേക്ക് മടക്കിയെത്തിക്കുന്നതിന് പ്രത്യേക വിമാനങ്ങൾ എത്തിച്ചിരുന്നു. പ്രത്യേക വിമാനങ്ങൾ അയക്കാനാവാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കായി യൂറോപ്യൻ യൂണിയനും സംവിധാനമൊരുക്കി. അമേരിക്കയും ബ്രിട്ടനും സ്പെയിനുമെല്ലാം ഇത്തരത്തിൽ വിമാനങ്ങൾ ഒരുക്കിയിരുന്നു. ഓരോ രാജ്യത്തിൻ്റെയും വിമാനം റൺവേയിൽ സജ്ജമായതിനു ശേഷമേ യാത്രക്കാരെ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിച്ചുള്ളൂ. കപ്പലിൽ നിന്ന് ചെറു ബോട്ടുകളിലേക്കും അവിടെ നിന്ന് ബസ് മാർഗം റൺവേയിലേക്കും എത്തിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. യാത്രക്കാരുടെ അവശ്യം സാധന സാമഗ്രികൾ മാത്രമേ കൂടെ കൂട്ടാൻ അനുവദിച്ചുള്ളൂ. മറ്റുള്ളവ അണുവിമുക്തമാക്കാൻ കപ്പലിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. യാത്രക്കാരെ 60 ദിവസം വരെ പ്രത്യേക കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ വയ്ക്കാനാണ് പദ്ധതി. അങ്ങനെ സമീപകാലത്ത് മനുഷ്യരാശി കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത രക്ഷാദൗത്യമാണ് നടന്നത്. ഹാൻഡ വൈറസ് എലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ്. എന്നാൽ MV ഹോണ്ടിയസ് കപ്പലിൽ പടർന്നു പിടിച്ച വകഭേദം സമ്പർക്കത്തിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. ഹാൻഡ വൈറസ് ബാധയ്ക്ക് നിലവിൽ ലോകാരോഗ്യ സംഘടനയോ മറ്റു ഏജൻസികളോ അംഗീകരിച്ച മരുന്നുകളോ ചികിത്സാ വിധികളോ നിലവിലില്ല. രോഗബാധയുടെ ആദ്യഘട്ടത്തിൽ തന്നെ മതിയായ ചികിത്സ ലഭ്യമാക്കിയാൽ അതിജീവന സാധ്യത കൂടുതലാണ്. ഇത് രോഗിയുടെ രോഗപ്രതിരോധ ശേഷിയെയും ആശ്രയിച്ചിരിക്കും. വൈറസ് ശ്വാസകോശത്തെ ബാധിക്കുന്നതിനാൽ ശ്വസനം സുഗമമാക്കാൻ വെന്റിലേറ്റർ സഹായമോ ഓക്സിജൻ തെറാപ്പിയോ നൽകും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ ദ്രാവകങ്ങളുടെ അളവ് നിലനിർത്തുന്നതിനുമുള്ള ചികിത്സയും നൽകും. ആൻറ്റിവൈറൽ മരുന്നുകൾ പരീക്ഷിക്കാറുണ്ടെങ്കിലും ഇവ പൂർണ്ണമായും ഫലപ്രദമാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഹാൻഡ വൈറസ് ബാധയ്ക്ക് കൃത്യമായ മരുന്നുകളില്ലാത്തതിനാൽ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. എലികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. നിലവിൽ കപ്പലിലുണ്ടായ ആൻഡീസ് വകഭേദം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ളതിനാൽ രോഗബാധിതരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഹാൻഡ വൈറസ് ബാധ ഉണ്ടായാൽ പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ 1 മുതൽ 8 വരെ ആഴ്ച എടുത്തേക്കാം. കഠിനമായ പനി, ശക്തമായ പേശീവേദന, ക്ഷീണവും തളർച്ചയും, തലവേദന, തലകറക്കം, കുളിര്, വയറുവേദന, ഛർദി, അതിസാരം തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങും. ഇതിനെ ഹാൻഡ വൈറസ് പൾമണറി സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ശ്വസിക്കാൻ കഠിനമായ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, ശ്വാസകോശത്തിൽ ദ്രാവകം നിറയുന്ന അവസ്ഥ, രക്തസമ്മർദ്ദം കുറയുക, ഹൃദയമിടിപ്പ് കുറയുക എന്നിവയാണ് ഈ ഘട്ടത്തിലെ ലക്ഷണങ്ങൾ. MV ഹോണ്ടിയസ് കപ്പലിൽ പടർന്ന ആൻഡീസ് വകഭേദം ബാധിച്ചവരിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്വസന തടസ്സം അനുഭവപ്പെടുന്നത്
രോഗം ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ സൂചനയാണ്. വൈറസ് വാഹകരായ എലികളുടെ ഉമിനീർ, മൂത്രം, വിസർജ്യം എന്നിവയിലൂടെയാണ് വൈറസ് പുറത്തെത്തുന്നത്. എലികളുടെ വിസർജ്യമോ കൂടോ ഉണങ്ങിപ്പൊടിഞ്ഞ് വായുവിൽ കലരുകയും ആ വായു മനുഷ്യർ ശ്വസിക്കുകയും ചെയ്താൽ വായുവിലൂടെയും പകരാം. വൈറസ് കലർന്ന പാഴ്വസ്തുക്കളിൽ തൊട്ട ശേഷം കൈ കഴുകാതെ മൂക്ക്, വായ, കണ്ണ് എന്നിവ സ്പർശിക്കുന്നത് വൈറസ് സാന്നിധ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതും ഒരു കാരണമാണ്. ആൻഡീസ് വകഭേദം അടുത്ത സമ്പർക്കവും ശരീരസ്രവങ്ങൾ വഴിയുമാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്. ഏപ്രിൽ 1 അർജന്റീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ട കപ്പൽ ഏപ്രിൽ 13 ട്രിസ്റ്റൻ ഡാ കുൻഹയിൽ എത്തുകയും ഒരു കപ്പൽ ജീവനക്കാരൻ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. ഏപ്രിൽ 24 സെയിന്റ് ഹെലന ദ്വീപിലെത്തി. ഇവിടെ 32 യാത്രക്കാർ കപ്പലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. കപ്പലിൽ വെച്ച് ആദ്യം മരിച്ച ഡച്ച് പൗരന്റെ മൃതദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെയാണ് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയവരിൽ പലരും പിന്നീട് വിവിധ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഏപ്രിൽ 27 അസൻഷൈൻ ഐലൻഡിൽ എത്തുകയും രോഗലക്ഷണങ്ങൾ കണ്ട ഒരു ബ്രിട്ടീഷ് പൗരനെയും അദ്ദേഹത്തിന്റെ പങ്കാളിയെയും ഇവിടെ വെച്ച് കപ്പലിൽ നിന്നും മാറ്റി. മെയ് 6 കേപ്പ് വെർഡെ തീരത്തെത്തിയപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ട 3 പേരെ പ്രത്യേക വിമാനത്തിൽ നെതർലാൻഡിലേക്ക് മാറ്റി. കപ്പലിലുള്ള ബാക്കി 147 പേരെ സ്പെയിനിലെ ടെനറൈഫിലും ഇറക്കി. അവിടെ ഇറങ്ങുന്നവരെ അതത് രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. കപ്പലിൽ നിന്ന് നേരത്തെ ഇറങ്ങിയവർ വിവിധ ആരോഗ്യ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. കപ്പലിലുള്ള 147 പേർക്കും നിലവിൽ പ്രകടമായ രോഗലക്ഷണങ്ങളില്ല. എന്നാലും വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 8 ആഴ്ച വരെ നീളാൻ സാധ്യതയുള്ളതിനാൽ ഇവർ ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണത്തിലാണ്. കപ്പലിൽ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികൾ ഇതിനോടകം ഉണ്ട്. ഹാൻഡ വൈറസ് ബാധ സംബന്ധിച്ച് മുൻപും കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സവിശേഷ ശ്രദ്ധയുണ്ടാകാൻ കാരണം രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടത് ഒരു കപ്പലിൽ ആണെന്നതും ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന വകഭേദമാണെന്നുമുള്ളതാണ്. കപ്പലിലെ പരിമിതമായ സ്ഥലസൗകര്യവും അടച്ചിട്ട മുറികളുമാണ്. രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടവരിൽ അതിജീവന സാധ്യത വളരെ കുറവാണെന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 40% വരെ മരണത്തിന് കീഴടങ്ങാനാണ് സാധ്യത. പ്രകടമായ രോഗലക്ഷണം കാണുന്നതിന് 8 ആഴ്ച വരെ സമയമെടുക്കും എന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നു. കോവിഡ് പോലൊരു മഹാമാരിയായി ഇത് മാറാനുള്ള സാധ്യത കുറവാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ. എന്നാൽ കപ്പലിലെ സവിശേഷ സാഹചര്യമാണ് ഇത് ലോക മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. മറ്റു വൈറസുകളെപ്പോലെ ഹാൻഡ വൈറസിനും ജനിതക മാറ്റമോ പരിണാമമോ സംഭവിക്കാം. ഇത് ഈ വൈറസിന്റെ വ്യാപനശേഷിയെയും തീവ്രതയെയും നേരിട്ട് ബാധിക്കാം. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സംഗതികൾ വൈറസുകളുടെ ജനിതക പരിവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഭാരതത്തിൽ മുൻപും ഹാൻഡ വൈറസ് ബാധകൾ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ടെങ്കിലും വ്യാപനത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുൻപ് കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളിൽ ഹാൻഡ വൈറസിനെതിരായ ആന്റിബോഡികൾ കണ്ടെത്തിയത് ഈ വൈറസിന്റെ പ്രാദേശിക വകഭേദങ്ങൾ ഉള്ളതിന്റെ തെളിവായും വിലയിരുത്തുന്നുണ്ട്.